ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം പഞ്ചമസ്കന്ധം 1-ാമത്തെ അധ്യായം. അതിൽ 5 ശ്ലോകങ്ങൾ വരെ എടുത്തു. 6-7 ശ്ലോകങ്ങൾ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി നമുക്ക് ആദ്യം തുടങ്ങി ഒന്ന് വായിച്ചു നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പഞ്ചമസ്കന്ധേ അഥ പ്രഥമോധ്യായ. രാജോവാച പ്രിയവ്രതോ ഭാഗവതാത്മാ രാമഃ കഥം മുനേ ഗൃഹേ രമത യന്മൂലകർമ്മബന്ധപരാഭവഃ. നൂനം മുക്തസംഗാനാം താദൃശാനാം ദ്വിജർഷഭാ ഗൃഹേഷ്വഭിനിവേശോയം പുംസാം ഭവിതുമർഹതി. മഹതാം ഖലു വിപ്രശ്രേ ഉത്തമശ്ലോകപാദയോഃ ഛായാനിർവൃതചിത്താനാം ന കുടുംബേ സ്പൃഹാമതി. സംശയോയം മഹാൻ ബ്രഹ്മൻ ദാരാഗാരസുതാദിഷു സക്തസ്യേൽ സിദ്ധിരഭൂത് കൃഷ്ണേ ച മതിരച്യുത. ശ്രീശുക ഉവാച ബാഢമുക്തം ഭഗവത ഉത്തമശ്ലോകസ്യ ശ്രീമച്ചരണാരവിന്ദമകരന്ദരസ ആവേശിതചേതസോ ഭാഗവത പരമഹംസാദയിതകഥാം കിഞ്ചിദന്തരായ വിഹതാം സ്വാം ശിവതമാം പദവീം ന പ്രായേണ ഹിന്വന്തി. അടുത്ത 2 ശ്ലോകങ്ങൾ കൂടി ചൊല്ലിയിട്ടുണ്ട്, അതുകൂടി വായിക്കാം. അതാണ് എടുക്കേണ്ടതായുള്ളത്. 6-7. യർഹിവാവഹരാജൻ സ രാജപുത്രഃ പ്രിയവ്രതഃ പരമഭാഗവതോ നാരദസ്യ ചരണോപസേവയാഞ്ജസാവഗത പരമാർത്ഥസതത്വോ ബ്രഹ്മസത്രേണ ദീക്ഷിഷ്യമാണോ അവനിതല പരിപാലനാംനായാദപ്രവരഗുണൈകാന്തഭാജനതയാ സ്വപിത്രോ വാമന്ത്രിതോ ഭഗവതി വാസുദേവ ഏവാവ്യവധാനസമാധിയോഗേന സമാവേശിത സകലകാരകക്രിയാകലാപോ നൈവാഭ്യനന്ദദ്യദ്യപി തദപ്രത്യാംനാദവ്യം തദധികരണ ആത്മനോന്യസ്മാദസതോപി പരാഭവമന്വീക്ഷമാണഃ. അഥഃ ഭഗവാനാദിദേവ ഏതസ്യ ഗുണവിസർഗസ്യ പരിബൃംഹണാനുധ്യാനവ്യവസിത സകല ജഗദഭിപ്രായ ആത്മയോനിരഖില നിഗമ നിജഗണപരിവേഷ്ടിത സ്വഭവനാദവതതാരാം. അല്ലയോ പരീക്ഷിത്ത് മഹാരാജാവേ, ഹേ രാജൻ, അല്ലയോ പരീക്ഷിത്ത് മഹാരാജാവേ. എർഹിഹ വാവഹരാജൻ എന്ന് പറഞ്ഞില്ലേ. പരീക്ഷിത്ത് മഹാരാജാവേ, ഭാഗവതോത്തമനും ആ സ്വയംഭുവമനുവിൻ്റെ ആ പുത്രനും ആയിരിക്കുന്ന പ്രിയവ്രതൻ നാരദസ്യ ചരണോപസേവയാ, ശ്രീനാരദ മഹർഷിയുടെ പാദങ്ങളെ ആശ്രയിക്കുകയാൽ അഞ്ജസ പ്രയാസം കൂടാതെ അവഗത പരമാർത്ഥ സതത്വ മനസ്സിലാക്കപ്പെട്ട ആ സത്യമായ തത്വജ്ഞാനത്തോടു കൂടിയവനായിട്ട് ആ ആത്മധ്യാനത്തിൽ നിരതനായിട്ട് ഇരിക്കുമ്പോൾ ആ ഉത്തമശാസ്ത്രങ്ങളിൽ പറയപ്പെട്ട ആ ഗുണഗണങ്ങൾക്കെല്ലാം വേണ്ട പോലെ പാത്രീഭവിച്ചവനാകയാൽ ആ രാജ്യഭാരം ഏറ്റെടുക്കാൻ സ്വന്തം പിതാവിനാൽ ആ നിർദ്ദേശിക്കപ്പെട്ടവനായിട്ട് ആ പിതൃനിർദ്ദേശം നിരസിക്കപ്പെടുവാൻ പാടില്ലാത്തതാണെങ്കിലും ആ ഭഗവാൻ വാസുദേവങ്കൽ തന്നെ ആ ഏകാഗ്രത കൈവിടാത്ത സമാധിയോടെ സമർപ്പിക്കപ്പെട്ട സകല കരണങ്ങളോടും കൂടിയവനാകയാൽ അതിൻ്റെ ആ സ്വീകാരത്തിൽ വേറെ വിധത്തിൽ അസത്തായിട്ട് വരും എന്നതിനാൽ ആ ആത്മാന്വേഷണത്തിന് വരുന്ന ആ പരാജയത്തെപ്പറ്റി ചിന്തിച്ച് ആ പിതൃനിർദ്ദേശത്തെ അഭിനന്ദിച്ചില്ല. എന്നുകൂടി പറയാം. ഹേ രാജൻ, അല്ലയോ പരീക്ഷിത്ത് രാജാവേ, പരമഭാഗവത ഭാഗവതോത്തമനും രാജപുത്രഃ സഹ പ്രിയവ്രതഃ ആ സ്വയംഭുവമനുവിൻ്റെ രാജാവിൻ്റെ ജ്യേഷ്ഠപുത്രനും ആയിരിക്കുന്ന ആ പ്രിയവ്രതൻ നാരദസ്യ ചരണോപസേവയാ ശ്രീനാരദ മഹർഷിയുടെ പാദങ്ങളെ ആശ്രയിക്കുകയാൽ അഞ്ജസ പ്രയാസം കൂടാതെ അവഗത പരമാർത്ഥ സതത്വ ആ മനസ്സിലാക്കപ്പെട്ട സത്യമായ ആ തത്വജ്ഞാനത്തോടു കൂടിയവനായിട്ട് ബ്രഹ്മസത്രേണ ദീക്ഷിഷ്യമാണഃ
ആ ആത്മധ്യാനത്തിൽ നിരതനായിട്ടിരിക്കുമ്പോൾ, ബ്രഹ്മസത്രേണ ദീക്ഷിഷ്യമാണ് എന്ന് പറഞ്ഞാൽ ആത്മധ്യാനത്തിൽ നിരതനായിട്ടിരിക്കുമ്പോൾ ആംനാദപ്രവര ഗുണഗണ ഏകാന്തഭാജനതയാ, ആ ഉത്തമശാസ്ത്രങ്ങളിൽ പറയപ്പെട്ട ഗുണഗണങ്ങൾക്കെല്ലാം വേണ്ട പോലെ ഭവിച്ചവനാകയാൽ ആംനാദപ്രവര ഗുണഗണ ഏകാന്തഭാജനതയാ, ആ ഉത്തമശാസ്ത്രങ്ങളിൽ പറയപ്പെട്ട ഗുണങ്ങൾക്കെല്ലാം വേണ്ട പോലെ പാത്രീഭവിച്ചനാകയാൽ അവനിതല പരിപാലനായ, ആ രാജ്യഭാരം ഏറ്റെടുക്കാൻ സ്വപിത്ര സ്വന്തം പിതാവിനാൽ ഉപാമന്ത്രിത നിർദ്ദേശിക്കപ്പെട്ടവനായി. തത് അപ്രത്യാംനാദവ്യം, അങ്ങനെ ആയിട്ട് യദ്യപി തത് അപ്രത്യാംനാദവ്യം യദ്യപി, ആ പിതൃനിർദ്ദേശം നിരസിക്കപ്പെടുവാൻ പാടില്ലാത്തതാണെങ്കിലും ഭഗവതി ദേവേ ഏവ, ആ ഭഗവാൻ വാസുദേവങ്കൽ തന്നെ അവ്യവധാന സമാധിയോഗേന, ഏകാഗ്രത കൈവിടാത്ത സമാധിയോടെ സമാവേശിത സകലകാരക ക്രിയാകലാപ, സമർപ്പിക്കപ്പെട്ട സർവകരണങ്ങളോട് കൂടിയവരാകയാൽ തദധികരണേ, അതിൻ്റെ സ്വീകാരത്തിൽ, അന്യസ്മാത് വേറെ വിധത്തിൽ, അസതഃ അപി അസത്തായിട്ട് വരും എന്നതിനാൽ, ആത്മനഃ പരാഭവം അന്വീക്ഷമാണഃ, ആത്മാന്വേഷണത്തിന് വരുന്ന ആ പരാജയത്തെപ്പറ്റി ചിന്തിച്ച്, ന ഏവ അഭ്യനന്ദത്, ആ പിതൃനിർദ്ദേശത്തെ അഭിനന്ദിച്ചില്ല എന്നുള്ളതാണ് പറയുന്നത്. യർഹി വാവഹ, യാതൊരിക്കലാണോ ഈ ഇതികർത്തവ്യതാമൂഢത്വം വിണഞ്ഞ്, യർഹി വാവഹ, യാതൊരിക്കലാണോ ഈ ഇതികർത്തവ്യതാമൂഢത്വം വന്നു പിണഞ്ഞത്, അഥഹ, അപ്പോഴാകട്ടെ, ആദിദേവ ഭഗവാൻ, ആത്മയോനിഹി, ആ ആദിദേവനും ഭഗവാനുമായിരിക്കുന്ന ബ്രഹ്മാവ്, ഏതസ്യ ഗുണവിസർഗസ്യ, ആ ത്രിഗുണമയമായിരിക്കുന്ന സൃഷ്ടിയുടെ പരിബൃംഹണ അനുധ്യാന വ്യവസിത സകല ജഗദഭിപ്രായ, ആ അഭിവൃദ്ധിയെപ്പറ്റി ചിന്തിച്ച് ആ വ്യവസ്ഥ ചെയ്യപ്പെട്ട സകലരുടെയും അഭിപ്രായ പ്രകാരം അഖില നിഗമ നിജഗണ പരിവേഷ്ടിത, ആ മൂർത്തിമത്തുക്കളായിരിക്കുന്ന വേദങ്ങളോടും മരീച്യാദികളായിരിക്കുന്ന തൻ്റെ പരിവാരങ്ങളോടും കൂടിയവനായിട്ട് സ്വഭവനാ, സ്വസ്ഥാനമായിരിക്കുന്ന സത്യലോകത്തിൽ നിന്നും അവതതാര, പ്രിയവ്രതൻ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്ക് ഇറങ്ങി വന്നു. ഒന്നുകൂടി പറയാം. ഹേ രാജൻ, അല്ലയോ പരീക്ഷിത്ത് രാജാവേ, പരമഭാഗവത, ഭാഗവതോത്തമനും രാജപുത്ര സഹ പ്രിയവ്രത, സ്വയംഭുവമനുവായിരിക്കുന്ന ആ രാജാവിൻ്റെ ജ്യേഷ്ഠപുത്രൻ, ആദ്യത്തെ പുത്രൻ, രണ്ടാമത്തെ പുത്രൻ ഉത്താനപാദൻ, ആദ്യത്തെ പുത്രനായിരിക്കുന്ന പ്രിയവ്രതൻ, നാരദസ്യ ചരണോപസേവയാ, ശ്രീനാരദ മഹർഷിയുടെ പാദങ്ങളെ ആശ്രയിച്ചിരിക്കുകയാൽ, അഞ്ജസ, പ്രയാസം കൂടാതെ, അവഗത പരമാർത്ഥ സതത്വ, മനസ്സിലാക്കപ്പെട്ട അസത്യമായ തത്വജ്ഞാനത്തോടു കൂടിയവനായിട്ട്, ബ്രഹ്മസത്രേണ ദീക്ഷിഷ്യമാണ്, ആ ആത്മധ്യാനത്തിൽ നിരതനായിട്ടിരിക്കുമ്പോൾ, ആംനാദപ്രവര ഗുണഗണ ഏകാന്തഭാജനതയാ, ആ ഉത്തമശാസ്ത്രങ്ങളിൽ പറയപ്പെട്ട ഗുണഗണങ്ങൾക്കെല്ലാം വേണ്ട പോലെ പാത്രീഭവിച്ചവനാകയാൽ അവനിതല പരിപാലനായ, ആ രാജ്യഭാരം ഏറ്റെടുക്കാൻ സ്വപിത്ര സ്വന്തം പിതാവിനാൽ ഉപാമന്ത്രിത, ആ രാജ്യഭാരം ഏറ്റെടുക്കാൻ സ്വന്തം പിതാവിനാൽ നിർദ്ദേശിക്കപ്പെട്ടവനായി, തത് അപ്രത്യാംനാദവ്യം യദ്യപി, ആ പിതൃനിർദ്ദേശം നിരസിക്കപ്പെടുവാൻ പാടില്ലാത്തതാണെങ്കിലും എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. തത് അപ്രത്യാംനാദവ്യം യദ്യപി, ആ പിതൃനിർദ്ദേശത്തെ നിരസിക്കപ്പെടുവാൻ പാടില്ലാത്തതാണെങ്കിലും ഭഗവതി വാസുദേവേ ഏവ, ആ ഭഗവാൻ വാസുദേവങ്കൽ തന്നെ അവ്യവധാന സമാധിയോഗേന, ഏകാഗ്രത കൈവിടാത്ത സമാധിയോടെ, സമാവേശിത സകലകാരക ക്രിയാകലാപ, സമർപ്പിക്കപ്പെട്ട സർവകരണങ്ങളോടും കൂടിയവനാകയാൽ, തദധികരണേ, അതിൻ്റെ ആ സ്വീകാരത്തിൽ,
അന്യസ്മാത് വേറെ വിധത്തിൽ അസതഃ അപി അസത്തായിട്ട് വരും എന്നതിനാൽ ആത്മനാ പരാഭവം അന്വീക്ഷമാണഃ ആത്മാന്വേഷണത്തിന് വരുന്ന പരാജയത്തെ പറ്റി ചിന്തിച്ച് ന ഏവ അഭ്യനന്ദത് ആ പിതൃനിർദ്ദേശത്തെ അഭിനന്ദിച്ചില്ല. അടുത്തത് യർഹി വാവഹ യാതൊരിക്കലാണോ ഈ ഇതികർത്തവ്യതാമൂഢത്വം വന്ന് പിണഞ്ഞ് അഥഹ അപ്പോഴാകട്ടെ ആ സമയത്ത് ആദിദേവ ഭഗവാൻ ആത്മയോനിഹി ആദിദേവനും ഭഗവാനുമായിരിക്കുന്ന ബ്രഹ്മാവ് ഏതസ്യ ഗുണവിസർഗസ്യ ആ ത്രിഗുണമയമായിരിക്കുന്ന സൃഷ്ടിയുടെ പരിബൃംഹണ അനുധ്യാന വ്യവസിത സകല ജഗദഭിപ്രായ അഭിവൃദ്ധിയെപ്പറ്റി ചിന്തിച്ച് വ്യവസ്ഥ ചെയ്യപ്പെട്ട സകലരുടെയും അഭിപ്രായപ്രകാരം അഖില നിഗമ നിജഗണ പരിവേഷ്ടിത ആ മൂർത്തിമത്തുക്കളായിരിക്കുന്ന വേദങ്ങളോടും മരീച്യാദികളായിരിക്കുന്ന തൻ്റെ പരിവാരങ്ങളോടും കൂടിയവനായിട്ട് അഖില നിഗമ നിജഗണ പരിവേഷ്ടിത മൂർത്തിമത്തുക്കളായിരിക്കുന്ന വേദങ്ങളോടും മരീച്യാദികളായിരിക്കുന്ന തൻ്റെ പരിവാരങ്ങളോടും കൂടിയവനായിട്ട് സ്വഭവനാൽ സ്വസ്ഥാനമായിരിക്കുന്ന സത്യലോകത്ത് നിന്ന് അവതതാര പ്രിയവ്രതൻ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്ക് ഇറങ്ങി വന്നു. അപ്പോൾ അതിൻ്റെ അന്വയം വന്നിട്ട് ഹേ രാജൻ പരമഭാഗവതഃ രാജപുത്രഃ സഹ പ്രിയവ്രതഃ നാരദസ്യ ചരണോപസേവയാ അഞ്ജസാ അവഗതപരമാർത്ഥ സതത്വഃ ബ്രഹ്മസത്രേണ ദീക്ഷിഷ്യമാണഃ ആംനാദപ്രവരഗുണഗണ ഏകാന്തഭാജനതയാ അവനിതലപരിപാലനായ സ്വപിത്രാ ഉപാമന്ത്രിതഃ തത് അപ്രത്യാംനാദവ്യം യദ്യപി ഭഗവതി വാസുദേവേ ഏവ അവ്യവധാനസമാധിയോഗേന സമാവേശിത കാരകക്രിയാകലാപഃ തദധികരണേ അന്യസ്മാത് അസതഃ അപി ആത്മനഃ പരാഭവം അന്വീക്ഷമാണഃ ന ഏവ അഭ്യനന്ദത്. യർഹി വാവഹ അഥഃ ആദിദേവഃ ഭഗവാൻ ആത്മയോനിഃ ഏതസ്യ ഗുണവിസർഗസ്യ പരിബൃംഹണ അനുധ്യാന വ്യവസിത സകല ജഗദഭിപ്രായഃ അഖില നിഗമ നിജഗണ പരിവേഷ്ടിതഃ സ്വഭവനാത് അവതതാര. ഒന്നുകൂടി പറയാം ഇതിൻ്റെ അന്വയം വന്നിട്ട് ഹേ രാജൻ പരമഭാഗവതഃ രാജപുത്രഃ സ പ്രിയവ്രതഃ നാരദസ്യ ചരണോപസേവയാ അഞ്ജസാ അവഗത പരമാർത്ഥസതത്വഃ ബ്രഹ്മസത്രേണ ദീക്ഷിഷ്യമാണ ആംനാദപ്രവരഗുണഗണ ഏകാന്തഭാജനതയാ അവനിതലപരിപാലനായ സ്വപിത്രാ ഉപാമന്ത്രിതഃ തത് അപ്രത്യാംനാദവ്യം യദ്യപി ഭഗവതി വാസുദേവേ ഏവ അവ്യവധാനസമാധിയോഗേന സമാവേശിത സകലകാരകക്രിയാകലാപഃ തദധികരണേ അന്യസ്മാത് അസതഃ അപി ആത്മനഃ പരാഭവം അന്വീക്ഷമാണഃ ന ഏവ അഭ്യനന്ദത്. യർഹി വാവഹ അഥഃ ആദിദേവഃ ഭഗവാൻ ആത്മയോനിഃ ഏതസ്യ ഗുണവിസർഗസ്യ പരിബൃംഹണ അനുധ്യാന വ്യവസിത സകല ജഗദഭിപ്രായ അഖില നിഗമ നിജഗണ പരിവേഷ്ടിതഃ സ്വഭവനാത് അവതതാര. രണ്ടാമത്തെ ശ്ലോകത്തിലെ പദങ്ങളെ യർഹി വാവഹ
യാതൊരിക്കലാണോ ഈ ഇതികർത്തവതാമൂഢത്വം പിണഞ്ഞത് അഥഹ അപ്പോഴാകട്ടെ ആദിദേവ ഭഗവാൻ ആത്മയോനിഹി ആദിദേവനും ഭഗവാനുമായിരിക്കുന്ന ബ്രഹ്മാവ് ഏതസ്യ ഗുണവിസർഗസ്യ ത്രിഗുണമയമായിരിക്കുന്ന സൃഷ്ടിയുടെ പരിബൃംഹണ അനുധ്യാന വ്യവസിത സകല ജഗദഭിപ്രായ അഭിവൃദ്ധിയെപ്പറ്റി ചിന്തിച്ച് വ്യവസ്ഥ ചെയ്യപ്പെട്ട സകലരുടെയും അഭിപ്രായപ്രകാരം അഖില നിഗമ നിജഗണ പരിവേഷ്ടിത മൂർത്തിമത്തുക്കളായിരിക്കുന്ന വേദങ്ങളോടും മരീച്യാദികളായിരിക്കുന്ന തൻ്റെ പരിവാരങ്ങളോടും കൂടിയവനായിട്ട് സ്വഭവനാൽ സ്വസ്ഥാനമായിരിക്കുന്ന സത്യലോകത്ത് നിന്നും അവതതാര പ്രിയവ്രതൻ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്ക് ഇറങ്ങി വന്നു. അപ്പോൾ ഒന്നുകൂടി പറയാമല്ലയോ പരീക്ഷിത്ത് മഹാരാജാവേ, ഭാഗവതോത്തമനും സ്വായംഭുവമനുവായിരിക്കുന്ന രാജാവിൻ്റെ ജ്യേഷ്ഠപുത്രനുമായിരിക്കുന്ന ആ പ്രിയവ്രതൻ ശ്രീനാരദ മഹർഷിയുടെ പാദങ്ങളെ ആശ്രയിക്കുകയാൽ പ്രയാസം കൂടാതെ മനസ്സിലാക്കപ്പെട്ട സത്യമായ തത്വജ്ഞാനത്തോടു കൂടിയവനായിട്ട് ആ ആത്മധ്യാനത്തിൽ നിരതനായിട്ടിരിക്കുമ്പോൾ ഉത്തമശാസ്ത്രങ്ങളിൽ പറയപ്പെട്ട ഗുണഗണങ്ങൾക്കെല്ലാം വേണ്ട പോലെ ഭവിച്ചവനാകയാൽ രാജ്യഭാരം ഏറ്റെടുക്കാൻ സ്വന്തം പിതാവിനാൽ നിർദ്ദേശിക്കപ്പെട്ടവനായി ആ പിതൃനിർദ്ദേശം നിരസിക്കപ്പെടുവാൻ പാടില്ലാത്തതാണെങ്കിലും ആ ഭഗവാൻ വാസുദേവങ്കൽ തന്നെ ആ ഏകാഗ്രത കൈവിടാത്ത സമാധിയോടെ ആ സമർപ്പിക്കപ്പെട്ട സർവകരണങ്ങളോടും കൂടിയവനാകയാൽ അതിൻ്റെ സ്വീകാര്യത്തിൽ വേറെ വിധത്തിൽ അസത്തായി വരുമെന്നതിനാൽ ആ ആത്മാന്വേഷണത്തിന് വരുന്ന ആ പരാജയത്തെപ്പറ്റി ചിന്തിച്ചിട്ട് ആ പിതൃനിർദ്ദേശത്തെ അഭിനന്ദിച്ചില്ല. യാതൊരിക്കലാണോ ഈ ഇതികർത്തവ്യതാമൂഢത്വം വന്നു പിണഞ്ഞത് അപ്പോഴാകട്ടെ ആ ആദിദേവനും ഭഗവാനുമായിരിക്കുന്ന ബ്രഹ്മാവ് ആ ത്രിഗുണമയമായിരിക്കുന്ന സൃഷ്ടിയുടെ അഭിവൃദ്ധിയെപ്പറ്റി ചിന്തിച്ച് വ്യവസ്ഥ ചെയ്യപ്പെട്ട സകലരുടെയും അഭിപ്രായപ്രകാരം അഖില നിഗമ നിജഗണ പരിവേഷ്ടിത മൂർത്തിമത്തുക്കളായിരിക്കുന്ന സകല വേദങ്ങളോടും മരീച്യാദികളായിരിക്കുന്ന തൻ്റെ പരിവാരങ്ങളോടും കൂടിയവനായിട്ട് സ്വസ്ഥാനമായിരിക്കുന്ന ആ സത്യലോകത്ത് നിന്നും പ്രിയവ്രതൻ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്ക് അവതരിച്ചു. പരമാത്മഗുണൈക അന്ത നൈവാഭ്യനവാഭ്യ എന്ന് പാഠാന്തരങ്ങളൊക്കെ ഉണ്ട്. സ്വായംഭൂമനുവിൻ്റെ ജ്യേഷ്ഠപുത്രനായിരിക്കുന്ന പ്രിയവ്രതന് ഗൃഹസ്ഥാശ്രമ സ്വീകാരത്തിൽ താല്പര്യം ഇല്ലായിരുന്നു. അദ്ദേഹം ശ്രീനാരദ മഹർഷിയുടെ ഉപദേശപ്രകാരം നിവൃത്തിമാർഗത്തെ അവലംബിച്ച് ഗന്ധമാദനത്തിൻ്റെ താഴ്വരയിലുള്ള ആ നാരദൻ്റെ ആശ്രമത്തിൽ ഏകാന്ത ധ്യാനത്തോടെ ഇരിക്കുകയായിരുന്നു. അനുജനായിരിക്കുന്ന ഉത്താനപാദൻ രാജ്യം ഭരിച്ചു. ആ വംശം ചതുർത്ഥത്തിൽ പറഞ്ഞു. എന്നാൽ ആ പ്രാചീന ബർഹിസിൻ്റെ കാലശേഷം പ്രചേതസ്സുകൾ ദക്ഷണൻ എന്ന പുത്രനെ ജനിപ്പിച്ചുവെങ്കിലും അദ്ദേഹത്തിൻ്റെ പുത്രന്മാർ നാരദോപദേശപ്രകാരം വിരക്തരാവുകയാണ് ഉണ്ടായതെന്ന് ഷഷ്ഠസ്കന്ധത്തിൽ പറയും. അങ്ങനെ ആ ഉത്താനപാദൻ്റെ വംശം അന്യം നിന്നു. ഭരിക്കാൻ രാജാവില്ലാതെ ഒരു പ്രതിസന്ധി സംജാതമായി. പ്രിയവ്രതൻ നിവൃത്തിമാർഗത്തെ അവലംബിച്ചവനാണെങ്കിലും രാജാക്കന്മാർക്ക് വിധിക്കപ്പെട്ട ഉത്തമ ഗുണസമ്പൂർണനാണ്. സ്വായംഭുവമനു അദ്ദേഹത്തോട് രാജ്യം ഏറ്റെടുക്കുവാൻ നിർദ്ദേശിച്ചു. തൻ്റെ ആത്മജ്ഞാന സമ്പാദനത്തിന് വിഘ്നമാകയാൽ നിരസിക്കാൻ പാടില്ലാത്തതായ ആ പിതാവിൻ്റെ നിർദ്ദേശം ആയിട്ടും പ്രിയവ്രതൻ അത് സ്വീകരിക്കുകയുണ്ടായില്ല. ആ സന്ദർഭത്തിൽ ബ്രഹ്മാവ് സ്വരൂപം സ്വീകരിച്ച വേദങ്ങളോടും മരീച്യാദികളായിരിക്കുന്ന പ്രജാപതിമാരോടും ദേവഗണങ്ങളോടും മറ്റും കൂടി ഹംസാരൂഢനായിട്ട് ആ പ്രിയവ്രതനെ സമീപിച്ചു. ശ്രീനാരദ മഹർഷിയിൽ നിന്ന് ആ പരമാർത്ഥതത്വം ഗ്രഹിച്ചവനാകയാൽ ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ചാലും അതിൽ ആസക്തനാവുകയില്ല. അരാജകത്വം ഒഴിവാക്കാൻ അനാസക്തനായി ഗൃഹസ്ഥധർമ്മം സ്വീകരിച്ച് രാജ്യപരിപാലനം നടത്തുക മാത്രമേ ചെയ്യൂ എന്നർത്ഥം. വാവഹ ഇത്യാദി ശബ്ദങ്ങൾ ആ പഞ്ചമത്തിലുടനീളം കാണാം. അവ പ്രസിദ്ധി ദ്യോതകങ്ങളാണ്. ആംനാദം എന്നാൽ ആ വേദപ്രമാണമുള്ള ശാസ്ത്രം എന്നർത്ഥം. സന്ദർഭോചിതമായിട്ട് ആ രാജധർമ്മങ്ങൾ പ്രതിപാദിക്കുന്ന ശാസ്ത്രങ്ങൾ എന്നർത്ഥം. ബ്രഹ്മസത്രേണ എന്നതിന് ആ ആത്മധ്യാനേന എന്നാണ് ശ്രീധരാചാര്യർ നൽകുന്ന ആ വ്യാഖ്യാനം. തൈത്രീയ ആരണ്യക പ്രതിപാദ്യമായിരിക്കുന്ന സ്വാധ്യായജ്ഞാനയജ്ഞം ആണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഇവിടെ
ആ പരമഭാഗവതനും മനുപുത്രനും നാരദൻ്റെ പാദസേവയാൽ പ്രയാസം കൂടാതെ ആ പരമാർത്ഥതത്വം ഗ്രഹിച്ചവനും ബ്രഹ്മസത്രം കൊണ്ടുതന്നെ യജിക്കുവാൻ ആഗ്രഹിക്കുന്നവനും ആയ പ്രിയവ്രതൻ രാജ്യപരിപാലനത്തിൻ്റെ സർവ്വഗുണങ്ങൾക്കും ഇരിപ്പിടമായതിനാൽ പിതാവായിരിക്കുന്ന മനുവിനാൽ നിയുക്തനായിട്ടും ആ ഭഗവാനിൽ നിരന്തര സമാധിയാൽ സർവേന്ദ്രിയങ്ങളും നിയന്ത്രിച്ച് ആ പിതൃകൽപ്പന അലംഘ്യമാണെങ്കിലും രാജ്യപാലനാദികളിൽ പ്രവേശിച്ചാൽ വാസ്തവത്തിൽ മിഥ്യാഭൂതമാണെങ്കിലും അതിൽ നിന്ന് തനിക്ക് പരാഭവം വരുമെന്ന് ശങ്കിച്ച പരാജയം പിതൃകൽപ്പന അഭിനന്ദിക്കാതിരിക്കെ പ്രപഞ്ചാഭിവൃദ്ധിക്കുള്ള ചിന്തയാൽ സർവപ്രാണികളുടെയും ഇംഗിതമറിയുന്ന ഭഗവാൻ ബ്രഹ്മാവ് സർവവേദങ്ങളാലും പരിവാരങ്ങളാലും ചുറ്റപ്പെട്ട് തൻ്റെ ലോകത്തിൽ നിന്നും അങ്ങോട്ട് ഇറങ്ങി വന്നു. അപ്പോൾ ശ്രവണമാത്രത്താൽ ആ ഭക്തന്മാരുടെ അജ്ഞാന അന്ധകാരത്തെ നശിപ്പിക്കുന്നതിന് സമർത്ഥനായിരിക്കുന്ന യശസ്സോടുകൂടിയ ഭഗവാന്റെ ആ ചരണാരവിന്ദ ധ്യാനത്താൽ സിദ്ധിക്കുന്ന ആ മകരന്തത്തെ ആസ്വദിക്കുന്നതിൽ വെക്കപ്പെട്ട മനസ്സോടുകൂടിയിരുന്നാലും ഭഗവത് ഭക്തന്മാരായിരിക്കുന്ന പരമഹംസന്മാരുടെ പ്രിയനായ ആ ഭഗവാന്റെ കഥ ശ്രവിക്കുന്നതിൽ ചിലപ്പോൾ വിഘ്നം നേരിട്ടുവെന്ന് വരാം. എന്നാലും അവരെ ഏറ്റവും ആനന്ദിപ്പിക്കുന്ന ആ പരമപദവിയിൽ ചിരകാലം ചെയ്ത പരിശ്രമം നിമിത്തം ആ മാർഗത്തെ അവർ തീരെ ഉപേക്ഷിക്കുകയില്ല. പൂർവാഭ്യാസ ബലത്താൽ വീണ്ടും ആ ഭജനമാർഗത്തിൽ തന്നെ അവർക്ക് പ്രവേശം ലഭിക്കും. ആ പ്രിയവ്രതന് ഭഗവാന്റെ ഇച്ഛാരൂപം ആയിരിക്കുന്ന ആ ബ്രഹ്മജ്ഞാനം ഇച്ഛാരൂപമായിരിക്കുന്ന ആ ബ്രഹ്മജ്ഞിയാണ് ഈ ഗൃഹസ്ഥാശ്രമ പ്രവേശ കാരണം എന്ന് ഉപദേശിപ്പാനായിട്ട് സംഗതിയെ അവതരിപ്പിക്കുന്നു. ഹേ രാജൻ, പ്രിയവ്രതൻ ചെറുപ്പത്തിൽ തന്നെ ആ ഭഗവത് ഭക്തന്മാരിൽ അഗ്രഗണ്യനായിരുന്നു. ശ്രീനാരദ മുനിയുടെ പാദസേവ ചെയ്തതിൻ്റെ ഫലമായിട്ട് ആ ആത്മാവിൻ്റെ യഥാർത്ഥ സ്വരൂപത്തെ ധരിച്ചു. ആത്മധ്യാനത്തോടു കൂടി തന്നെ ജന്മകാലം മുഴുവനും കഴിക്കണമെന്നും ആഗ്രഹിച്ചു. ഈ അവസ്ഥയിൽ പ്രിയവ്രതനിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവ് രാജപരിപാലനത്തിൽ പ്രവേശിക്കണമെന്നാവശ്യപ്പെട്ടു. അതിന് കാരണം ധർമ്മപ്രകാരം പരിപാലിച്ചാൽ വേണ്ടുന്ന ഉത്കൃഷ്ട ഗുണങ്ങൾ പുത്രനിൽ പരിപൂർണമായിട്ടുണ്ട് എന്ന് പിതാവ് അറിഞ്ഞിരുന്നു. ആ സമാധിയോഗത്തിൻ്റെ പരിപൂർണത നിമിത്തം സാക്ഷാൽ ശ്രീവാസുദേവനിൽ തന്നെ സകല ഇന്ദ്രിയ വ്യാപാരങ്ങളെയും സമർപ്പിച്ചുകൊണ്ടാണ് ആ പ്രിയവ്രതൻ ഇരിക്കുന്നതെങ്കിലും രാജ്യാധികാരത്തിൽ ഏർപ്പെടുമ്പോൾ മിഥ്യാഭൂതമായിരിക്കുന്ന ഈ പ്രപഞ്ചകാര്യം നിമിത്തം ആത്മവിസ്മൃതി വന്നു പോകുമെന്ന് ആഗ്രഹിച്ചാൽ ആ പ്രിയവ്രതൻ പിതാവിൻ്റെ ആജ്ഞയെ അഭിനന്ദിച്ചില്ല. അപ്പോൾ ആ ജ്ഞാനമൂർത്തിയായിരിക്കുന്ന ശ്രീനാരായണൻ്റെ പ്രഥമപുത്രനായതുകൊണ്ട് ജ്ഞാനസ്വരൂപനായി തന്നെ ഇരിക്കുന്ന ആ ബ്രഹ്മദേവൻ ആ ഗുണസൃഷ്ടിയുടെ അഭിവൃദ്ധിയെ സകല ലോകങ്ങളും ആഗ്രഹിക്കുന്നതിനെ അറിഞ്ഞുകൊണ്ട് ആ സ്വരൂപത്തെ ധരിക്കുന്ന ആ വേദങ്ങളോടും മരീച്യാദികളായിരിക്കുന്ന പുത്രന്മാരോടും കൂടി സ്വസ്ഥമായിരിക്കുന്ന സത്യലോകത്തിൽ നിന്നും ഭൂലോകത്തിലേക്ക് പുറപ്പെട്ടു. ഇവിടെ വ്യാഖ്യാനം എന്താ പറഞ്ഞത് നമുക്ക് നോക്കാം. ശ്രീശുകൗവാച ഭഗവച്ചരണേ പ്രവേശിതചേതസോ യേ തേ വിഘ്നേന വിഹതാപി ഭഗവത്കഥാം സ്വമാർഗം ന ത്യജന്തി. ഇന്നലെ പറഞ്ഞു. ഹേ രാജൻ, സപ്രിയവ്രതോ മന്ദരാജലദ്രോണ്യാം നാരദസ്യ ചരണോപസേവയാ ജ്ഞാനം പ്രാപ്തഃ സൻ സ്വപിത്രാമനുനാ രാജ്യം സാധിതി ബോധിതോപി രാജ്യാധികാരാൽ സ്വരൂപാഭവം മന്യമാനോ രാജ്യം നയിച്ചത്. ഇത് ഇന്നലെ പറഞ്ഞു. അപ്പോൾ അപ്പോൾ ആ ഭഗവാൻ ബ്രഹ്മദേവൻ മരീച്യാദികളോടും സഹ സത്യലോകാത് കൂടിയിട്ട് സത്യലോകത്തിൽ നിന്നും അവിടെ അവതരിച്ചു എന്നുള്ള പറയണം. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് സപ്രിയവ്രതോ, ആ പ്രിയവ്രതൻ ജലത്തിലെ മന്ദരപർവ്വതത്തിലെ ഇരുന്നിരുന്ന നാരദൻ്റെ നാരദൻ്റെ ആശ്രമത്തിൽ ചെന്നിട്ട് അദ്ദേഹത്തിൻ്റെ ചരണോപസേവ കൊണ്ട് ജ്ഞാനം പ്രാപ്ത, ആ തത്വജ്ഞാനത്തെ പ്രാപ്തമാക്കിയിട്ട് സ്വപിത്രാമനുന, സ്വന്തം പിതാവായിരിക്കുന്ന മനുന രാജ്യം ശാധിതി, രാജ്യം ഭരിച്ചു. സ്വപിത്രനായിരിക്കുന്ന മനുവിൽ നിന്നും രാജ്യം ശാസിച്ച് ബോധിതോപി രാജ്യാധികാരാൽ, ആ ബോധിക്കപ്പെട്ട രാജ്യാധികാരം കൊണ്ട് സ്വപരാഭവം,
ആ സ്വന്തം ആ ആത്മജ്ഞാനത്തിൻ്റെ പരാജയം വരും എന്നും മന്യമാനോ അതിനെ മാനിച്ച് രാജ്യം ആ രാജ്യത്തെ ഇച്ഛിച്ചില്ല എന്നുള്ളതാണ് പറയുന്നത്. സ പ്രിയവ്രതോ മന്ദരാജലദ്രോണ്യാം, ആ പ്രിയവ്രതൻ മന്ദരാജല പർവ്വതത്തിൽ ഉണ്ടായിരുന്ന ആ ശ്രീനാരദ മഹർഷിയെ ദ്രോണ്യാം നാരദസ്യ ചരണോപസേവയാ, നാരദൻ്റെ ചരണോപസേവ കൊണ്ട് ആ പരമാർത്ഥ തത്വത്തെ ജ്ഞാനം പ്രാപ്തമാക്കിയിട്ട് സൻ സ്വപിത്രാമനുനാ രാജ്യം, സ്വന്തം പിതാവിൻ്റെ അടുത്ത് നിന്നും മനുവിൻ്റെ ആ രാജ്യത്തെ രാജ്യത്തെ ശാസിച്ചു ഭരിച്ചു. ബോധിതോപി, അങ്ങനെ രാജ്യാധികാരാൽ അദ്ദേഹത്തിന് ബോധ്യമായി സ്വപരാഭവം, തൻ്റെ സ്വന്തം പരാജയം, ആത്മജ്ഞാനത്തിലേക്കുള്ള പ്രയാണത്തിലേക്ക് തൻ്റെ പരാജയത്തെ അദ്ദേഹത്തിനും ബോധ്യമായപ്പോൾ മന്യമാനോ അതിനെ മാനിച്ചിട്ട് രാജ്യം നയിച്ചത്, രാജ്യത്തെ അദ്ദേഹം ആഗ്രഹിച്ചില്ല. സ പ്രിയവ്രതോ മന്ദരാജലദ്രോണ്യാം നാരദസ്യ ചരണോപസേവയാ ജ്ഞാനം പ്രാപ്തഃ സൻ സ്വപിത്രാമനുനാ രാജ്യം ശാധിതി ബോധിതോ രാജ്യാധികാരാത് സ്വപരാഭവം മന്യമാനോ രാജ്യം നയിച്ചത് എന്നാണ് അതിലത്തെ വ്യാഖ്യാനം. അപ്പോൾ എന്തുണ്ടായി? ഭഗവാൻ ബ്രഹ്മദേവൻ മരീച്യാദികളോട് കൂടിയിട്ട് സത്യലോകത്തിൽ നിന്നും അവതരിച്ചു. തഥാ ഭഗവാൻ ബ്രഹ്മദേവോ മരീച്യാദിഭി സത്യലോകാത് അവതീര്യ എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ ഈ 2 ശ്ലോകങ്ങൾ ഒന്നും കൂടി വായിക്കാം, അത് പദങ്ങൾ മുറിച്ച് വായിക്കാം. യർഹിവാവഹ രാജൻ സ രാജപുത്രഃ പ്രിയവ്രതഃ പരമഭാഗവതഃ നാരദസ്യ ചരണോപസേവയാ അഞ്ജസാ അവഗത പരമാർത്ഥ സതത്വഃ ബ്രഹ്മസത്രേണ ദീക്ഷിഷ്യമാണഃ അവനിതല പരിപാലനായ ആംനാദ പ്രവര ഗുണഗണൈകാന്തഭാജനതയാ സ്വപിത്രാ ഉപാമന്ത്രിതഃ ഭഗവതി വാസുദേവ ഏവ അവ്യവധാന സമാധിയോഗേന സമാവേശിത സകലകാരക ക്രിയാകലാപഃ നൈവ അഭ്യനന്ദത് യദ്യപി തത് അപ്രത്യാംനാദവ്യം തദധികരണ ആത്മനഃ അന്യസ്മാത് അസതോപി പരാഭവം അന്വീക്ഷമാണഃ എന്നുള്ളതാണ്. അഥഃ ഭഗവാൻ ആദിദേവ ഏതസ്യ ഗുണവിസർഗസ്യ പരിബൃംഹണ അനുധ്യാന വ്യവസിത സകല ജഗദഭിപ്രായ ആത്മയോനിഃ അഖില നിഗമ നിജഗണ പരിവേഷ്ടിത സ്വഭവനാത് അവതതാര. അടുത്തത് 8ാമത്തെ ശ്ലോകം നമുക്ക് നോക്കാം. സ തത്ര ഗഗനതലേ ഉടുപതിരിവ വിമാനാവലിഭിരനുപഥമര പരിവൃഢൈരഭിപൂജ്യമാനഃ പഥി ച വരൂഥശഃ സിദ്ധഗന്ധർവസാധ്യചാരണമുനിഗണൈരുപഗീയമാനോ ഗന്ധമാദനദ്രോണീം അവഭാസയന്നുപസർപ്പ. ഒന്നുകൂടി പറയാം ആ ശ്ലോകം. സ തത്ര ഗഗനതലേ ഉടുപതിരിവ വിമാനാവലിഭിർ അമരപരിവൃഢൈരഭിപൂജ്യമാനഃ പഥി ച വരൂഥശഃ സിദ്ധഗന്ധർവസാധ്യചാരണമുനിഗണൈരുപഗീയമാനോ ഗന്ധമാദനദ്രോണീം അവഭാസയം ഉപസസർപ്പ. ഒന്നും കൂടി ചെല്ലാം. സ തത്ര ഗഗനതല ഉടുപതിരിവ വിമാനാവലിഭിരനുപഥമരപരിവൃഢൈരഭിപൂജ്യമാന പഥി ച വരൂഥശഃ സിദ്ധഗന്ധർവസാധ്യചാരണമുനിഗണൈർ ഉപഗീയമാനോ ഗന്ധമാദനദ്രോണീം അവഭാസയന്നുപസസർപ്പ എന്നുള്ളതാണ്. അപ്പോൾ ഇതിലത്തെ ആ വാക്കുകൾ തിരിച്ചു വരുമ്പോൾ
സ തത്ര തത്ര ഗഗനതല ഉടുപതിരിവ. എല്ലാവരും നോക്കുക ആ വാക്കുകൾ. വിമാനാവലിഭി, വിമാനാവലിഭിരനു അനുപഥമര പരിവൃഢൈരവിപൂജ്യമാന എന്നുള്ളത് വിമാനാവലിഭി അനുപഥ അമര പരിവൃഢൈ അഭിപൂജ്യമാന. പിന്നെ പഥിപഥിച്ച വരൂഥശഃ. പിന്നത്തെ ഒന്നിച്ചുള്ള വാക്ക് സിദ്ധഗന്ധർവസാധ്യചാരണ മുനിഗണൈ ഉപഗീയമാനോ എന്നുള്ളത് സിദ്ധഗന്ധർവസാധ്യചാരണ മുനിഗണൈ ഉപഗീയമാന. ഗന്ധർവ ഗന്ധമാദന ദ്രോണീമവഭാസയന്നുപസസർപ്പ എന്നുള്ളത് സിദ്ധഗന്ധർവസാധ്യചാരണ മുനിഗണൈ ഉപഗീയമാന ഗന്ധമാദന ദ്രോണീം അവഭാസയൻ ഉപസസർപ്പ. അവഭാസയൻ ഉപസസർപ്പ എന്നുള്ളതാണ് ദ്രോണീം അവഭാസയൻ ഉപസസർപ്പ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് 8ാമത്തെ ശ്ലോകം. അപ്പോൾ ബ്രഹ്മാവ് ആ ആകാശത്തിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ചന്ദ്രനെ പോലെ ശോഭിച്ചു. സ തത്ര തത്ര ഗഗനതലേ ഉടുപതിരിവ വിമാനാവലിഭിർ വിമാനാവലിഭിരനുപഥം അമര പരിവൃഢൈരഭിപൂജ്യമാന. അപ്പോൾ അവിടെ ചന്ദ്രനെപ്പോലെ ശോഭിച്ചു. ഇന്ദ്രാദിദേവന്മാർ വഴിനീള ഉപാസിച്ചു. പിന്നെ പഥിപഥിച്ചവരൂഥശഃ സിദ്ധഗന്ധർവസാധ്യചാരണ മുനിഗണൈരുപഗീയമാനോ. അവിടെ ആ വഴിയിൽ സിദ്ധന്മാർ, ഗന്ധർവന്മാർ, സാധ്യന്മാർ, ചാരണന്മാർ, മഹർഷിമാർ എന്നിവർ കൂട്ടം കൂട്ടമായി അതാതിടങ്ങളിൽ ആ ബ്രഹ്മാവിനെ വാഴ്ത്തി സ്തുതിച്ചു. എന്നിട്ടോ ഉപഗീയമാനോ ഗന്ധമാദനദ്രോണീം അവഭാസയൻ ഉപസസർപ്പ. ആ ഗന്ധമാദന പർവ്വതത്തിൻ്റെ താഴ്വരയെ പ്രകാശമാനമാക്കും വിധം ആ ബ്രഹ്മദേവൻ അവിടെ വന്നു ചേർന്നു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് പ്രിയവ്രതൻ അവിടെ ആ നാരദാശ്രമത്തിൽ വസിക്കുകയുണ്ടായിരുന്നു. ആ ബ്രഹ്മാവ് സത്യലോകത്ത് നിന്നും ഭൂമിയിലേക്ക് വരുന്ന എഴുന്നള്ളത്താണ് ഇവിടെ വർണ്ണിക്കുന്നത്. വേദങ്ങൾ ജനലോകത്താണെന്ന് ശ്രുതിഗീത അധ്യായങ്ങളിൽ പറയും. മരീച്യാദികൾ മഹർലോകത്താണെന്ന് തൃതീയത്തിൽ പറയുന്നുണ്ട്. ഇന്ദ്രൻ സ്വർലോകത്ത്, സിദ്ധഗന്ധർവാദികൾ ഭുവർലോകത്ത്, മഹർഷിമാർ ഭൂലോകത്ത്, ഊർധ്വലോകങ്ങളിലൂടെ ആ ക്രമത്തിൽ ഇറങ്ങിക്കൊണ്ട് വരവേ അതാതിടങ്ങളിൽ ആ നിവാസികൾ വാഴ്ത്തപ്പെട്ടുകൊണ്ട് ആ ഭൂമിയിൽ എത്തിയെന്ന് അർത്ഥം. ദ്രോണി എന്ന താഴ്വര ഗന്ധമാദന പർവ്വതത്തിൻ്റെ താഴ്വര, ഹിമവാൻ്റെ ഒരു ശിഖരമാണ് ഗന്ധമാദനം. അപ്പോൾ പാണ്ഡവന്മാർ വനവാസകാലത്ത് തീർത്ഥയാത്രാവേളയിൽ ഗന്ധമാദനത്തിലേക്ക് പോയ വൃത്താന്തം മഹാഭാരതം വനപർവം 140 അധ്യായം മുതൽ അധ്യായങ്ങളിൽ കാണാം. അവിടെ താമസിക്കുന്ന കാലത്താണ് കല്യാണ സൗഗന്ധികം കഥ നടന്നത്. അവിടമെല്ലാം ആ ദേവഭൂമിയാണെന്നും സാധാരണക്കാർക്ക് അപ്രാപ്യമാണെന്നും മഹാഭാരതത്തിൽ പറയുന്നുണ്ട്. ഗന്ധമാദനത്തിലാണ് ആ ബദരികാശ്രമം. ആ തപശക്തി കൊണ്ട് മാത്രമേ ആ ഗന്ധമാദന പർവ്വതത്തിൽ എത്താൻ കഴിയൂ. തപസാ ശക്യതേ ഗന്ധം പർവ്വതം ഗന്ധമാദനം വനപർവ്വതത്തിൽ പറയുന്നുണ്ട്. പ്രവേക്ഷ്യാമോ മഹാബാഹോ പർവ്വതം ഗന്ധമാദനം വിശാലാ ബദരീ യത്ര നാരായണാശ്രമ എന്നൊക്കെ ആ ഗന്ധമാദന പർവ്വതത്തെ വിശേഷിപ്പിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ ആ അദ്ദേഹം അവിടെ ആ ആകാശത്തിൽ ചന്ദ്രനെ പോലെ, ആ ബ്രഹ്മദേവൻ അവിടെ ആകാശത്തിൽ ചന്ദ്രനെ പോലെ ശോഭിക്കുന്നവനായിട്ടും വിമാനയുക്തരായിരിക്കുന്ന ദേവന്മാരാൽ പൂജിക്കപ്പെട്ടും
വഴിതോറും സിദ്ധഗന്ധർവ സാധ്യചാരണ മുനിമാരാൽ ഗാനം ചെയ്യപ്പെട്ടവനായിട്ടും ആ ഗന്ധമാദന പർവ്വതത്തിൻ്റെ സാനുപ്രദേശം സുശോഭിതമാക്കിക്കൊണ്ടും അവിടെ എത്തി എന്നുള്ളതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അപ്പോൾ ആ ജ്ഞാനമൂർത്തിയായിരിക്കുന്ന ശ്രീനാരായണൻ്റെ പ്രഥമപുത്രനായതുകൊണ്ട് ജ്ഞാനസ്വരൂപനായി തന്നെ ഇരിക്കുന്ന ബ്രഹ്മദേവൻ ഗുണസൃഷ്ടിയുടെ അഭിവൃദ്ധിയെ സകല ലോകങ്ങളും ആഗ്രഹിക്കുന്നതിനെ അറിഞ്ഞതുകൊണ്ട് സ്വരൂപത്തെ ധരിക്കുന്ന വേദങ്ങളോടും മരീച്യാദികളായിരിക്കുന്ന പുത്രന്മാരോടും കൂടി സ്വസ്ഥമായ അസത്യലോകത്തിൽ നിന്നും ഭൂലോകത്തിലേക്ക് പുറപ്പെട്ടു പറഞ്ഞു. ആ ബ്രഹ്മദേവൻ ആകാശത്തിൽ അവിടവിടെ ചന്ദ്രൻ എന്ന പോലെ ദിക്കുകളെ സ്വപ്രഭയാൽ പ്രകാശിപ്പിച്ചുകൊണ്ട് ഇറങ്ങി വരുമ്പോൾ ആ നക്ഷത്രമാർഗങ്ങളിൽ വസിക്കുന്ന ദേവശ്രേഷ്ഠന്മാർ അവരവരുടെ വിമാനങ്ങളിലിരുന്ന് അതത് സ്ഥാനങ്ങൾ കടക്കുന്നവരെ പിന്നാലെ സഞ്ചരിച്ച് ആ ബ്രഹ്മാവിനെക്കുറിച്ച് തങ്ങൾക്കുള്ള ആ പരമാദരത്തെ പ്രദർശിപ്പിച്ചു. സിദ്ധഗന്ധർവ സാധ്യാചരണ മുനിഗണങ്ങൾ അവരവരുടെ സ്ഥാനങ്ങളിൽ സംഘം ചേർന്ന് നിന്ന് ആദിദേവനെ സ്തോത്രം ചെയ്തു. ഇപ്രകാരം ആ ഗന്ധമാദന പർവ്വതത്തിൻ്റെ സമീപത്ത് വന്നെത്തി. അങ്ങനെ മന്ദരപർവ്വതത്തിൻ്റെ താഴ്വരയിൽ ശ്രീനാരദ മുനിയുടെ സമീപത്തിരുന്ന് പ്രിയവ്രതൻ ആത്മവിദ്യ ശ്രവിക്കുന്നുണ്ട്. പുത്രനെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ആ രാജ്യത്തിൽ അഭിഷേകം ചെയ്യുവാൻ ആഗ്രഹിച്ച സ്വയംഭുവ മനുവും അവിടെ വന്നിരിക്കുന്നു. അങ്ങനെ പിതാവിൻ്റെ ആജ്ഞയെ ആദരിക്കാതിരുന്ന ആ സമയത്താണ് ബ്രഹ്മദേവൻ അവിടെ എഴുന്നള്ളിയിരിക്കുന്നത് എന്ന് ആ കഥാ സംഘടനയിൽ നിന്ന് ധരിക്കേണ്ടതാകുന്നു. പ്രിയവ്രതന് ആ ബ്രഹ്മാവിൻ്റെ ആജ്ഞ തന്നെയാണ് വിഘ്നരൂപത്തിൽ ഉണ്ടായതെന്ന് കാണിക്കുകയാണ്. വാവഹ എന്നിവ പ്രസിദ്ധിദ്യോതകങ്ങളാണ്. പരമഭാഗവതനും മനുപുത്രനും ശ്രീനാരദൻ്റെ ശ്രീപാദസേവയാൽ വിഷമം കൂടാതെ ആ പരമാർത്ഥതത്വം ഗ്രഹിച്ചവനും ബ്രഹ്മവിചാര രൂപമായിരിക്കുന്ന ബ്രഹ്മസത്രം കൊണ്ട് തന്നെ യജിക്കുവാൻ ആഗ്രഹിക്കുന്നവനും ആയിരിക്കുന്ന ആ പ്രിയവ്രതൻ രാജ്യപാലനത്തിനായിട്ട് ശാസ്ത്രങ്ങളിൽ പറയപ്പെട്ട ഗുണങ്ങൾക്കും ഇരിപ്പിടമായതിനാൽ പിതാവായിരിക്കുന്ന മനുവിനാൽ നിയുക്തനായിട്ടും സർവേശ്വരനായിരിക്കുന്ന തന്തിരുവടിയിൽ നിരന്തര സമാധിയാൽ സമർപ്പിക്കപ്പെട്ട സർവേന്ദ്രിയ വ്യാപാരങ്ങളോട് കൂടിയവനായതിനാൽ ആ പിതൃകൽപ്പന അലംഘ്യമാണെങ്കിലും രാജ്യപരിപാലനാദികളിൽ പ്രവേശിച്ചാൽ വാസ്തവത്തിൽ മിഥ്യാഭൂതമാണെങ്കിലും അതിൽ നിന്നും തനിക്ക് പരാഭവം വരുമെന്ന് ശങ്കിക്കുന്നവനായിട്ട് ആ പിതൃകൽപ്പനയെ എപ്പോൾ അഭിനന്ദിച്ചില്ലയോ അപ്പോൾ ആ ബ്രഹ്മാവ് അവിടെ അവതരിച്ചുവെന്ന് ആണ് ഇതിൽ പറഞ്ഞത്. അപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ അഭിവൃദ്ധിയെ പറ്റിയിട്ടുള്ള ചിന്തയാൽ ആ സർവപ്രാണികളുടെയും അഭിപ്രായം സർവദാ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഭഗവാനായിരിക്കുന്ന ബ്രഹ്മാവ് സർവവേദങ്ങളാലും തൻ്റെ പരിവാരങ്ങളാലും പുറപ്പെട്ടുകൊണ്ട് തൻ്റെ ലോകത്തിൽ നിന്നും അവിടെ അവതരിച്ചു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ആ ബ്രഹ്മാവ് അവിടവിടെ ആകാശത്തിൽ ചന്ദ്രൻ എന്ന പോലെ ശോഭിക്കുന്നവനായിട്ടും വിമാന സമൂഹങ്ങളോട് കൂടിയിരിക്കുന്ന ദേവശ്രേഷ്ഠന്മാരാൽ പൂജിക്കപ്പെട്ടുകൊണ്ടും വഴിതോറും കൂട്ടം കൂട്ടമായി സിദ്ധന്മാർ, ഗന്ധർവന്മാർ, സാധ്യന്മാർ, ചാരണന്മാർ, മുനിമാർ മുതലായവരാൽ ഗാനം ചെയ്യപ്പെട്ടുകൊണ്ടും ആ ഗന്ധമാദന പർവ്വതത്തിൻ്റെ സാനുപ്രദേശത്തെ ശോഭിച്ചുകൊണ്ടും അവിടെ എത്തി എന്നുള്ളതാണ് അതിൽ പറഞ്ഞത്. ഇവിടെ സഹ തത്ര തത്ര ഗഗനതലേ, അവൻ അവിടവിടെ ആകാശത്തിൽ, ഉടുപതിഹി ഇവ ചന്ദ്രൻ എന്ന പോലെ, വിമാനാവലിഭിഹി വിമാനങ്ങളുടെ സമൂഹങ്ങളോടുകൂടിയ, അമരപരിവൃഢൈ ആ ദേവശ്രേഷ്ഠന്മാരാലും, അനുപഥം ആ മാർഗം തോറും, അഭിപൂജ്യമാനഃ ആദരപൂർവം പൂജിക്കപ്പെടുന്നവനും, പഥിപഥിച്ച ആ മാർഗങ്ങൾ തോറും, വരൂധശഃ സംഘമായി ചേർന്ന, സിദ്ധഗന്ധർവ സാധ്യചാരണ മുനിഗണൈ സിദ്ധന്മാർ, ഗന്ധർവന്മാർ, സാധ്യന്മാർ, ചാരണന്മാർ, മുനിഗണങ്ങൾ ഇവരാൽ ഉപഗീയമാന സ്തുതിക്കപ്പെടുന്നവനായിട്ട്, ഗന്ധമാദനദ്രോണീം ഗന്ധമാദനത്തിൻ്റെ താഴ്വരയെ അവഭാസയൻ പ്രകാശിപ്പിച്ചും കൊണ്ട്, ഉപസസർപ്പ സമീപം എത്തി. ഒന്നുകൂടി പറയാം അതിലത്തെ പദങ്ങൾ. സഹ തത്ര തത്ര ഗഗനതലയെ, അവൻ അവിടവിടെ ആകാശത്തിൽ, ഉടുപതിഹി ഇവ
ചന്ദ്രനെ എന്ന പോലെ വിമാനാവലിഭി വിമാനങ്ങളുടെ സമൂഹങ്ങളോട് കൂടിയ അമരപരിവൃഢൈഹി ആ ദേവശ്രേഷ്ഠന്മാരാലും അനുപഥം മാർഗം തോറും അഭിപൂജ്യമാന ആദരപൂർവം പൂജിക്കപ്പെടുന്നവനും പഥിപഥിച്ച മാർഗങ്ങൾ തോറും വരൂധശ സംഘമായി ചേർന്ന സിദ്ധഗന്ധർവസാധ്യചാരണ മുനിഗണൈ സിദ്ധന്മാർ ഗന്ധർവന്മാർ സാധ്യന്മാർ ചാരണന്മാർ മുനിഗണങ്ങൾ ഇവരാൽ ഉപഗീയമാന സ്തുതിക്കപ്പെടുന്നവനായിട്ട് ഗന്ധമാദനദ്രോണീം ഗന്ധമാദനത്തിൻ്റെ താഴ്വരയെ അവഭാസയൻ പ്രകാശിപ്പിച്ചുകൊണ്ട് ഉപസസർപ്പ സമീപമെത്തി. അപ്പം അന്വയം വന്നിട്ട് സഹ തത്ര തത്ര ഗഗനതലേ ഉടുപതി ഇവ വിമാനാവലിഭി അമരപരിവൃഢൈ അനുപഥം അഭിപൂജ്യമാന പഥി ച വരൂധശ സിദ്ധഗന്ധർവസാധ്യചാരണമുനിഗണൈ ഉപഗീയമാന ഗന്ധമാദനദ്രോണീം അവഭാസയൻ ഉപസസർപ്പ. ഒന്നുകൂടി പറയാം. സഹ തത്ര തത്ര ഗഗനതലേ ഉടുപതി ഇവ വിമാനാവലിഭി അമരപതിവൃഢൈ അനുപഥം അഭിപൂജ്യമാന പഥി ച വരൂധശ സിദ്ധഗന്ധർവസാധ്യചാരണ മുനിഗണൈ ഉപഗീയമാന ഗന്ധമാദനദ്രോണീം അവഭാസയൻ ഉപസസർപ്പ. അപ്പോൾ അവൻ അവിടവിടെ ആകാശത്തിൽ ആ ചന്ദ്രൻ എന്ന പോലെ ആ വിമാനങ്ങളുടെ ആ സമൂഹങ്ങളോടുകൂടിയ ദേവശ്രേഷ്ഠന്മാരാലും മാർഗം തോറും ആദരപൂർവം പൂജിക്കപ്പെടുന്നവനും മാർഗങ്ങൾ തോറും സംഘമായി ചേർന്ന സിദ്ധ ഗന്ധർവ സാധ്യ ചാരണന്മാർ മുനിഗണങ്ങൾ ഇവരാൽ സ്തുതിക്കപ്പെടുന്നവനുമായിട്ട് ഗന്ധമാദനത്തിൻ്റെ താഴ്വരയെ പ്രകാശിപ്പിച്ചുകൊണ്ട് സമീപമെത്തി. ആ ബ്രഹ്മദേവൻ ആകാശത്തിൽ അവിടവിടെ ചന്ദ്രൻ എന്ന പോലെ ദിക്കുകളെ സ്വപ്രഭയാൽ പ്രകാശിപ്പിച്ചുകൊണ്ട് ഇറങ്ങി വരുമ്പോൾ നക്ഷത്രമാർഗങ്ങളിൽ വസിക്കുന്ന ദേവശ്രേഷ്ഠന്മാർ അവരുടെ വിമാനങ്ങളിലിരുന്ന് അതതു സ്ഥാനങ്ങൾ കടക്കുന്നവരെ പിന്നാലെ സഞ്ചരിച്ച് ബ്രഹ്മാവിനെക്കുറിച്ച് തങ്ങൾക്കുള്ള ആ പരമാതുരത്തെ പ്രദർശിപ്പിച്ചു. സിദ്ധഗന്ധർവ സാധ്യചാരണ മുനിഗണങ്ങൾ അവരവരുടെ സ്ഥാനങ്ങളിൽ സംഘം ചേർന്ന് നിന്ന് ആദിദേവനെ സ്തോത്രം ചെയ്തു. ഇപ്രകാരം ഗന്ധമാദന പർവ്വതത്തിൻ്റെ സമീപത്ത് വന്നെത്തി. ആ മന്ദരപർവ്വതത്തിൻ്റെ താഴ്വരയിൽ ശ്രീനാരദ മുനിയുടെ സമീപത്തിരുന്ന് പ്രിയവ്രതൻ ആത്മവിദ്യ ശ്രവിക്കുന്നു. ആ പുത്രനെ കൂട്ടിക്കൊണ്ടുപോയിട്ട് രാജ്യത്തിൽ അഭിഷേകം ചെയ്യുവാനാഗ്രഹിച്ച് സ്വയംഭുവമനുവും അവിടെ വന്നിരിക്കുന്നു. പിതാവിൻ്റെ ആജ്ഞയെ ആദരിക്കാതിരിക്കുന്ന സമയത്താണ് ബ്രഹ്മദേവൻ അവിടെ എഴുന്നള്ളിയിരിക്കുന്നത് എന്ന് ആ കഥാസംഘടനയിൽ നിന്ന് ഗ്രഹിക്കാം. അടുത്ത ശ്ലോകം. അപ്പോൾ ഇതിലത്തെ ആ വ്യാഖ്യാനം എന്താ പറഞ്ഞത് നോക്കാം നമുക്ക്. വ്യാഖ്യാനം നമ്മൾ നോക്കിയില്ല. വ്യാഖ്യാനത്തിലെ തഥാ ഭഗവാൻ ബ്രഹ്മദേവോ മരീച്യാദിഭി സഹ സത്യലോകാത് അവതീര്യ എന്ന് പറഞ്ഞു. ചന്ദ്രഹ ഇവ ചന്ദ്രനെ പോലെ പ്രകാശമായിട്ട് പഥി ആ മാർഗത്തിൽ സിദ്ധഗന്ധർവാദിഭി സിദ്ധഗന്ധർവന്മാർ തുടങ്ങിയവരെ സ്തൂയമാനോ ആ ബ്രഹ്മദേവനെ സ്തുതിച്ചുകൊണ്ട് ഗന്ധമാദനദരീം ഗന്ധമാദന പർവ്വതത്തിൻ്റെ ആ താഴ്വരയെ പ്രകാശയൻ ആ ജഗാമ പ്രകാശിച്ചുകൊണ്ട് അവിടെ അങ്ങനെ നടന്നു പോയി എന്നർത്ഥം. ചന്ദ്ര ഇവ പ്രകാശമാന അങ്ങനെ പ്രകാശിച്ചുകൊണ്ട് വന്നു എന്നർത്ഥം. ചന്ദ്ര ഇവ പ്രകാശമാന ചന്ദ്രനെ പോലെ പ്രകാശിച്ചുകൊണ്ട് പഥി സിദ്ധഗന്ധർവാദിഭി സ്തൂയമാനോ മാർഗത്തിൽ സിദ്ധഗന്ധർവാദിമാരാൽ സ്തുതിക്കപ്പെട്ടവനായിട്ട് ഗന്ധമാദനദരീം ഗന്ധമാദന പർവ്വതത്തിൻ്റെ താഴ്വരയിൽ പ്രകാശയൻ നാജികാമ ആ അദ്രിയെ ഗന്ധമാദനാദ്രിയെ ആ പർവ്വതത്തെ പ്രകാശിപ്പിച്ചുകൊണ്ട് അവിടെ വന്നെത്തി. ആജഗാമ അപ്പോൾ
ചന്ദ്രൈവ പ്രകാശമാനഃ പഥി സിദ്ധഗന്ധർവാദിഭിः സ്തൂയമാനോ ഗന്ധമാദനദരീം പ്രകാശയന്നാജിഗാമ എന്നുള്ളതാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം ആയിട്ട് വരുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. ഹരേ കൃഷ്ണ.